തരിശായി കിടക്കുന്ന പാടശേഖരത്ത് നൂറുമേനി വിളവെടുപ്പ് നടത്തിയിട്ടും നെല്ല് കയറ്റി അയക്കാനാകാതെ ഒരു കൂട്ടം കർഷകർ. പത്തനംതിട്ട കരിങ്ങാലി പുഞ്ചയിലെ കർഷകരുടെ നെല്ലാണ് കൂലി തർക്കത്തെ തുടർന്ന് കയറ്റി അയക്കാൻ കഴിയാതിരിക്കുന്നത്. കാലാവസ്ഥയോടും മണ്ണിനോടും പൊരുതി നെൽകൃഷിയിൽ നൂറുമേനി വിളവെടുത്ത പന്തളം കരിങ്ങാലി പുഞ്ചയിലെ 5 കർഷകർക്കാണ് സപ്ലൈകോയുടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. വിളവെടുത്ത നെല്ല് സപ്ലൈകോ വഴി സ്വകാര്യ മില്ലുടമയ്ക്കാണ് നൽകിയത്. എന്നാൽ നെല്ല് ലോറിയിൽ കയറ്റുന്നതിന് കിലോയ്ക്ക് 1 രൂപ വേണമെന്ന നിലപാടുമായി CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ എത്തിയതോടെയാണ് കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത്. 6 മാസത്തെ അധ്വാനം ഇത്. നെല്ല് വെള്ളം പറ്റിക്കുക മുതൽ കൊയ്ത് കയറി ഉണക്കി പാറ്റി സൂക്ഷിച്ചത് എല്ലാം കൂടെ കണക്കാക്കുമ്പം 4 മാസം എന്നുള്ള 6 മാസത്തെ അധ്വാനം ഇതിൻ്റെ പുറകെ വന്നത്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിന് സമീപം വരെ ലോറി എത്തും. എന്നിട്ടും ഭീമമായ തുകയാണ് നെല്ല് കയറ്റുന്നതിനായി കർഷകരോട് യൂണിയൻ ആവശ്യപ്പെട്ടത്. 22 രൂപ മാത്രമാണ് സപ്ലൈകോ കർഷകർക്ക് നൽകുന്നത്. 5 ഏക്കർ പാടത്ത് വിത്തെറിയാൻ 2 ലക്ഷത്തിലധികം രൂപയാണ് ഇവർക്ക് ചിലവായത്. എന്നാൽ നിങ്ങൾ കയറ്റിക്കോന്ന് പറഞ്ഞു. കയറ്റിക്കോന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന ലോറിയുടെ ആൾക്കാരും ഇത് തൂക്കാനായിട്ട് കുറേ രസീതുമായിട്ട് വന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് പറയുന്നത് നിങ്ങൾക്ക് തൂക്കാൻ അറിയത്തില്ല. ഞങ്ങളോട് പറയാം നിങ്ങൾക്ക് തൂക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് അട്ടിയിടാൻ അറിയത്തില്ല. ഞങ്ങൾ പറയും ഇതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം, നമ്മൾ ഈ വെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് അറിയത്തില്ലേ, ഞങ്ങൾ ചെയ്തു തരാം. അത് പറ്റത്തില്ല. ജോലി സമയത്ത് ലഭിക്കുന്ന ഒഴിവു നേരങ്ങളിൽ പാടത്ത് എല്ലുമുറുകെ പണിയെടുത്ത് നൂറുമേനി വിളവെടുത്ത ഈ കർഷകരെ ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ കൂലിത്തർക്കം പരിഹരിക്കാൻ ആരും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.